പിതാവിനും ഏറ്റവും സ്നേഹവാത്സല്യത ഈ സുന്ദരമായ ഞായറാഴ്ചയിലെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും എല്ലാവർക്കും നേരുകയാണ്. ആണ്ടുവട്ടത്തിലെ 20ാമത്തെ ഞായറാഴ്ചയാണ്. കർത്താവായ ഈശോ ഏശയ്യാ പ്രവാചക പുസ്തകത്തിലൂടെ സർവ്വജനങ്ങൾക്കും വേണ്ടി, യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല എല്ലാ ജനങ്ങൾക്കും വേണ്ടിയും കർത്താവിൻ്റെ ആലയം തുറന്നിട്ടിരിക്കുന്നു. എല്ലാവരുടെയും ബലികളും എല്ലാവരുടെയും കാഴ്ചകളും ഇവിടെ സ്വീകാര്യമാണ്. അതും പൂർണ്ണ മനസ്സോടെ ദൈവത്തിൻ്റെ സാപത്ത് ആഘോഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നാമം ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ നീതിയും ന്യായവും വെളിപ്പെടുത്തുക. അതുപോലെ തന്നെ കർത്താവിൻ്റെ സുവിശേഷം എല്ലാ ജനങ്ങളെയും അറിയിക്കുക. അതുപോലെ തന്നെ ഈശോ കർത്താവ് സുവിശേഷത്തോട് അരച്ചു ചെയ്യുക. കനാൻകാരി അന്യജാതിക്കാരിയായ മകളെ തൻ്റെ കൊച്ചുമകളുടെയും പിശാചുബാധയിൽ മോചിക്കണമേ എന്ന് കർത്താവിനോട് കേണപേക്ഷിക്കണം. ഈശോ മകളെ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തണം. അവളെ പരിശുദ്ധമായ ബലി തീക്ഷ്ണമായ വിശ്വാസത്തോടെ, സ്നേഹത്തോടെ, പരോപകാര പ്രവൃത്തിയോടെ നമുക്ക് ദൈവസന്നിധി വിശുദ്ധിയോടെ പരിശുദ്ധിയോടെ മുന്നേറാം. അവിടുത്തെ നിരന്തരമായി മുട്ടി വിളിക്കാം. നമ്മെ അനുഗ്രഹിക്കണമേ. ജന്മദിനം ഓർക്കുന്നവരെ, വിവാഹ വാർഷിക ദിനം ഓർമ്മിക്കുന്നത് എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ കൂപ്പി ഈ ബലി ഭക്തിയോടെ വിശുദ്ധിയോടെ അർപ്പിക്കാം. അവിടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കാം. ചെറിയാൻ എന്നപ്പച്ചൻ്റെ പ്രത്യേക നിയോഗങ്ങളെ ഓർക്കുകയും ചെയ്യാം. നമുക്ക് ഏറ്റുമെല്ലാം സർവശക്തനായ ദൈവത്തോട്, സഹോദരരെ നിങ്ങളോട് ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു. എൻ്റെ പിഴ ആകയാൽ ഇതിനെയായ വിശുദ്ധ മറിയത്തോട് എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ
ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർമലം ഭാഗത്തിരുന്നിടും ഞങ്ങളുടെ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവം മഹത്വത്തിൽ. ആമേൻ. സർവശക്തനായ ദൈവമേ, അങ്ങയെ സ്നേഹിക്കുന്നവർക്ക് അദൃശ്യമായ എല്ലാ നന്മകളും അങ്ങൊരുക്കിയിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങേ സ്നേഹമായി സമൃദ്ധമായി ചൊരിയണം. അങ്ങനെ അങ്ങേ എല്ലാറ്റിലുപരിയായി സ്നേഹിച്ചുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളെയും അതിശയിപ്പിക്കുന്ന അങ്ങേ വാഗ്ദാനങ്ങൾ ഞങ്ങളും പ്രാപിക്കാതാകണം. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആണ്ടുവട്ടത്തിലെ 20-ാം ഞായർ. ഒന്നാം വായന യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. അധ്യായം 56, 1 മുതൽ 6 വരെയും 7 വാക്യങ്ങൾ. എൻ്റെ നിയമം പാലിക്കുന്നവരെ ഞാൻ എൻ്റെ വിശുദ്ധഗിരിയിലേക്ക് കൊണ്ടുപോകും. കർത്താവ് അരുളി ചെയ്യുന്നു, ന്യായം പാലിക്കുക, നീതി പ്രവർത്തിക്കുക. ഞാൻ രക്ഷ നൽകാൻ പോകുന്നു. എൻ്റെ നീതി വെളിപ്പെടും. എന്നെ സേവിക്കാനും എൻ്റെ നാമത്തെ സ്നേഹിക്കാനും എൻ്റെ ദാസരായിരിക്കുവാനും എന്നോട് ചേർന്ന് നിൽക്കുകയും സാബത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്ത പുലർത്തുകയും ചെയ്യുന്ന പരദേശികളെയും ഞാൻ എൻ്റെ വിശുദ്ധഗിരിയിലേക്ക് കൊണ്ടുപോകും. എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവർക്ക് സന്തോഷം നൽകും. അവരുടെ ദഹനബലികളും മറ്റു ബലികളും എൻ്റെ ബലിപീഠത്തിൽ സ്വീകാര്യമായിരിക്കും. എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് അറിയപ്പെടും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ, എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തൻ്റെ പ്രീതി നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ. അങ്ങയുടെ വഴി ഭൂമിയിലും അങ്ങയുടെ രക്ഷാകര ശക്തി സകല ജനതകളുടെ ഇടയിലും അറിയപ്പെടേണ്ടത് തന്നെ. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ, എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ജനതകളെല്ലാം ആഹ്ലാദിക്കുകയും ആനന്ദഗാനം ആലപിക്കുകയും ചെയ്യട്ടെ. അങ്ങ് ജനതകളെ നീതിപൂർവ്വം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നു. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ, എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ, എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു, ഭൂമി മുഴുവൻ അവിടെ
ദൈവമേ ദൈവമേ ജനതകൾ അങ്ങേ പ്രകീർത്തിക്കട്ടെ. ജനതകൾ അങ്ങേ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 11-ാം അധ്യായം 13 മുതൽ വാക്യങ്ങൾ. ദൈവത്തിൻ്റെ ദാനങ്ങളും വിളിയും പിൻവലിക്കപ്പെടുന്നവയല്ല. സഹോദരരെ, വിജാതിരയായ നിങ്ങളോട് ഞാൻ പറയുകയാണ്, വിജാതിയരുടെ അപ്പോസ്തലൻ എന്ന നിലയ്ക്ക് എൻ്റെ ശുശ്രൂഷയെ ഞാൻ പ്രശംസിക്കുന്നു. അതുവഴി എൻ്റെ കൂട്ടരായ യഹൂദരെ അസൂയരാക്കാനും അങ്ങനെ അവരിൽ കുറേ പേരെയെങ്കിലും രക്ഷിക്കാനും എനിക്കിടയാകുമല്ലോ. എന്തുകൊണ്ടെന്നാൽ അവരുടെ തിരസ്കാരം ലോകത്തിൻ്റെ അനുരഞ്ജനമായെങ്കിൽ അവരുടെ സ്വീകാര്യം മൃതരിൽ നിന്നുള്ള ജീവനല്ലാതെ മറ്റെന്തായിരിക്കും? എന്തെന്നാൽ ദൈവത്തിൻ്റെ ദാനങ്ങളും വിളിയും പിൻവലിക്കപ്പെടുന്നവരല്ല. ഒരിക്കൽ നിങ്ങൾ ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു, എന്നാൽ അവരുടെ അനുസരണക്കേട് നിമിത്തം നിങ്ങൾക്ക് കൃപ ലഭിച്ചു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച കൃപ നിമിത്തം അവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ഇപ്പോൾ അവർ അനുസരണമില്ലാത്തവരായിരിക്കുന്നു. എന്തെന്നാൽ എല്ലാവരോടും കൃപ കാണിക്കാൻ വേണ്ടി ദൈവം എല്ലാവരെയും അനുസരണമില്ലാത്തവരാക്കി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. യേശു രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തിയും ചുറ്റി സഞ്ചരിച്ചു. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലെ വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യേശുനാഥൻ ഗനേസറത്ത് പുറപ്പെട്ട് ടയർ സീദോൻ എന്നീ പ്രദേശം. അപ്പോൾ ആ പ്രദേശത്ത് നിന്നും ഒരു കാനാൻകാരി വന്ന് കരഞ്ഞ് അപേക്ഷിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. എൻ്റെ മകൾ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവനൊരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവളെ അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭാരതത്തിൽ നഷ്ടപ്പെട്ട ആടുകളെ അടുത്തേക്ക് മാത്രമാണ് എന്നെ അழைക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ച്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറഞ്ഞു, കർത്താവെ, നായ്ക്കളും യജമാനന്മാരുടെ മേശയുടെ വീഴുന്നു, അപ്പക്കഷ്ണത്തിന് വരുന്നു. യേശു പറഞ്ഞ, സ്ത്രീയെ, എൻ്റെ വിശ്വാസമല്ല, നീ ആഗ്രഹിക്കുന്നവരെ ഭാവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിലും പരിശുദ്ധ അമ്മയിലും ഔസേപിതാവിലും ഏറ്റവും സ്നേഹവാത്സല്യം നിറഞ്ഞവരെ, ആണ്ടുവട്ടത്തിലെ 20ാമത്തെ ഞായറാഴ്ചയാണ്. പരിശുദ്ധ മാതാവ്, സഭാമാതാവ് നമ്മോടിന്ന് എല്ലാ ദൈവമക്കളോടും പറയും, സർവ്വജനങ്ങൾക്ക് വേണ്ടി എൻ്റെ ആലയം തുറന്നിട്ടിരിക്കുകയാണ്. എല്ലാ ജനങ്ങളുടെയും കാഴ്ചകളും പ്രാർത്ഥനകളും ഞാൻ സ്വീകരിക്കുന്ന സമയം വരുന്നത്. യെശയ്യാ പ്രവാചക പുസ്തകമാണത്. നമ്മൾ യഹൂദന്മാരോ ക്രിസ്ത്യാനികളോ അല്ല, ദൈവം തിരഞ്ഞെടുത്ത മക്കൾ മാത്രമല്ല, മറിച്ച് വിജാതിരായ ജനങ്ങൾ പോലും തീഷ്ണമായി പ്രാർത്ഥിച്ച, ദൈവത്തിന് നീതിയും ന്യായവും നടപ്പാക്കിയാൽ, ദൈവത്തിന് രക്ഷ കണ്ടെത്തിയാൽ, ദൈവത്തോട് ചേർന്ന് എന്നാൽ, ദൈവത്തിൻ്റെ സാപത്ത് അത് ഭംഗിയായി ആചരിച്ച, കർത്താവിൻ്റെ ഉടമ്പടി പാലിച്ച, അവൻ നാമം മഹത്വപ്പെടുത്തിയാൽ തീർച്ചയായും എൻ്റെ രക്ഷ നിങ്ങൾക്ക് അനുഭവവേദ്യമാകും. പരദേശികൾ പോലും വിദേശികൾ പോലും അന്യജാതിക്കാർ പോലും എൻ്റെ ആലയത്തിലേക്ക് വരും. അവർ അർപ്പിക്കുന്ന ബലികളും കാഴ്ചകളും ഞാൻ സ്വീകരിക്കും. അവർ പ്രകാരം നന്മയിൽ വിശുദ്ധിയിൽ ജീവിച്ച പ്രിയമുള്ളവരെ, വിജാതിയർക്ക് പോലും കർത്താവിൻ്റെ സ്വർഗീയമായ സിംഹാസനത്തിലേക്ക് പ്രവേശനം അവിടുന്ന് അനുവദിക്കുക.
പൗലോസ്ലീഹ പറയുന്നു, ഞാനൊരു വിജാതീയനാണ്. ഞാൻ വിജാതീയനായി കർത്താവിനെ അനുഭവിച്ചറിഞ്ഞവനാണ്. ഇസ്രായേലിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അനുസരണക്കേട് മൂലം ഞാൻ വിജാതിനടുക്കൽ കർത്താവിന്റെ സുവിശേഷം അറിയിക്കുകയും അങ്ങനെ ആരുടെ അനുസരണക്കേട് മറ്റുള്ളവർക്ക് കൃപയായി തീരുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുക. അപ്പം തീർച്ചയായും നമ്മൾ ആദ്യത്തെ പോലെ അവയായ പോലെയൊക്കെ ദൈവകൽപ്പനകൾ ലംഘിച്ച് നടക്കുകയാണെങ്കിൽ ദൈവത്തിന് പർദീസ് നഷ്ടമാകും. പ്രയാസങ്ങളെയും കഷ്ടപ്പാടുകളെയും ബുദ്ധിമുട്ടുകളെയും മധ്യ കടന്നു പോകേണ്ടി. അപ്പം അതുകൊണ്ട് ദൈവം നൽകിയിരിക്കുന്ന കൃപയിലും അനുഗ്രഹത്തിലും തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പ്രവാചക പുരോഹിത ജനമായി ദൈവത്തെ ആരാധിച്ച് കൽപ്പനകൾ പാലിച്ച് എന്നും ജീവിക്കാം. സുവിശേഷം നമ്മോട് കാനാങ്കാരിയായ അന്യജാതിക്കാരിയായ മകളുടെ കാര്യം പറയുന്നത്. കാനാങ്കാരി എന്ന് പറയുന്നതിനെ വിജാതിയാണ്. യഹൂദന്മാരെ സംബന്ധിച്ച് വിജാതിയര് നായ്ക്കളെ പോലെ എന്ന് പറയുന്നത്. എന്നാൽ യഹൂദന്മാര് ദൈവത്തിനെ തിരഞ്ഞെടുത്ത ആട്ടിൻപറ്റമാണ്, ചെമ്മരിയാടുകളെ പോലെ എന്ന് പറയുക. ഇവിടെ സമരിയാക്കാരിയുടെ ചിത്രം നമുക്കറിയാം. അവൾ കർത്താവിന്റെ അടുക്കിലേക്ക് വന്ന്, കർത്താവേ, ദാവീദിന്റെ പുത്രാ, എൻ്റെ മകൾക്ക് പിശാച് ബാധയും ക്രൂരമായി ബാധിച്ചിരിക്കുന്നു, നമ്മൾ സൗഖ്യപ്പെടുത്തുമേ. പ്രിയമുള്ളവരെ, ഏതൊരു അമ്മയാണ് അപ്പനാണ് മകൾക്കോ മകനോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ അസുഖം വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടറിന്റെ അടുക്കൽ കൊണ്ടിരിക്കും. ആ ഡോക്ടർ കണ്ടു കഴിഞ്ഞ് അദ്ദേഹം പരിശോധിച്ച് കഴിയുമ്പോൾ അദ്ദേഹം മരുന്ന് കഴിയുമ്പോൾ സൗഖ്യം. ഇതുപോലെ ഈശോ എല്ലാ യഹൂദന്മാരെയും എല്ലാ ജനങ്ങളെയും സൗഖ്യപ്പെടുത്തുന്നു, പിശാചബാധ ഒഴിവാക്കുന്നു, എല്ലാവർക്കും നന്മ ചെയ്യുന്നു എന്നറിഞ്ഞ ഈ കാനാങ്കാരി അന്യജാതിക്കാരി മകളെ ഈശോ അടുക്കിലേക്ക് വന്നു. ഈശോ പറയും, കർത്താവേ, ദാവീദിന്റെ പുത്ര, എൻ്റെ മകൾ പിശാച് ബാധിച്ചിരിക്കുന്നു. ഈശോ അവളൊന്നും മൈൻഡ് ചെയ്യുന്ന പോലെയില്ല, അത് പരിഗണിക്കുന്ന പോലെയില്ല. കാരണം ഏറ്റവും നീചവർഗമായിട്ടാണ് മറ്റു വിജാതിയിലെ യഹൂദന്മാർക്ക്. യേശു പരിഗണിക്കുന്നില്ല. അവളിങ്ങനെ പുറകെ നടന്ന് ശിഷ്യന്മാരെയും യേശുവിനെയും ശല്യപ്പെടും. ശിഷ്യന്മാർ, കർത്താവേ, ഈ മകൾ നമ്മെ ശല്യപ്പെടും, ഇവിടെ പറഞ്ഞഴിച്ചാലും. യേശു പറയുന്നുണ്ട്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾ കൊടുക്കുന്നത് ശരിയല്ല. അവൾ പറയുന്നത്, കർത്താവേ, എന്നെ സഹായിക്കണമേ. ആദ്യം അവൾ അപേക്ഷിച്ചത് ദാവീദിന്റെ പുത്രനിലേക്ക് കനിയണമേ. എന്നിവിടെ പറയുന്നു, കർത്താവേ, എന്നെ സഹായിക്കണമേ. അവൾ ദൈവത്തെ രക്ഷകനായി കണ്ടിരിക്കുന്നു, അത്ഭുത പ്രവർത്തകനല്ല, രക്ഷകനായി. പക്ഷെ പറയുകയാണ്, നായ്ക്കളുടെ അപ്പം എടുത്ത്, പ്രത്യേകിച്ച് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾ കൊടുക്കുന്നത് ഉചിതമല്ല. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾ കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറയുന്നു, യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകർഷം നായ്ക്കൾ പോലെ നീങ്ങാറുണ്ട്. അതായത് നമ്മുടെ ഭവനങ്ങളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പട്ടിക്കുട്ടികളെയൊക്കെ വളർത്തുമ്പോൾ അത് നമ്മുടെ കാലിലൊക്കെ ഇങ്ങനെ അരികിലൊക്കെ തൊട്ടിരുമയ്ക്കും നമ്മൾ മേശപ്പുറത്ത് ഭക്ഷണം ഇട്ട് കൊടുക്കുകയും ചെയ്യും. നമ്മുടെ കുടുംബത്തിൽ പോലും നായ്ക്കളെ വളർത്തും. അവൾ ഈശോ പറയുന്ന, മകളെ, നിന്റെ കുഞ്ഞുമകളുടെ പിശാചുബാധ സൗഖ്യമായിരിക്കും. ആ നിമിഷം ആ മകളുടെ കുഞ്ഞിനെ സൗഖ്യം ലഭിക്കാം. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കുക, നമുക്ക് മാത്രമല്ല രക്ഷ, എല്ലാവർക്കും സർവരക്ഷകനായ ലോകരക്ഷകനായ യേശുവിൽ നിന്നും രക്ഷ ലഭിക്കും. എല്ലാവർക്കും അനുഗ്രഹം ലഭിക്കും. ഒരിക്കൽ ഒരു കൊച്ചു മകൻ ഒരു മെഡിക്കൽ ഷോപ്പിന്റെ മുമ്പിൽ ചെന്നിട്ട് പ്രകാരം പറയാം. അവനിങ്ങനെ ഇതൊക്കെ പെരുവിർത്ത് തുടങ്ങി. കുറെ നേരം പെരുവിർത്ത് ആരും മൈൻഡ് ചെയ്തില്ല. ഇവൻ ആരും മൈൻഡ് ചെയ്ത് കാണുമ്പോൾ ഇവൻ ഒച്ചത്തിലിങ്ങനെ ഒച്ചപ്പാട് പെരുവ് കിടന്നു. അപ്പോൾ ആ കടയിൽ ഉടമസ്ഥൻ ചോദിക്കും, നീ എന്താണ് പറയുന്നത് ഒച്ചപ്പാട്? അപ്പോൾ അവനവരുടെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്ത് പറയും, എനിക്കൊരു അത്ഭുതം തരുമോ എന്ന്. അയാൾ ഞെട്ടിപ്പോയി, എന്തത്ഭുതം? അപ്പം ഇതെല്ലാം കണ്ട് അവിടെ ഒരു ന്യൂറോ സർജൻ ഡോക്ടർ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം ആ കൊച്ചിനെടുക്കുന്നത്, എന്ത് അത്ഭുതമാണ് മോന് വേണ്ടത്? അപ്പോൾ ആ പറയുന്നത്, എൻ്റെ സഹോദരൻ ആശുപത്രി കിടക്കുകയാണ്, ഇനി അവൻ രക്ഷപ്പെടണമെങ്കിൽ അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലെ കുടുക്കയിലെ പൈസയുമായി മെഡിക്കൽ ഷോപ്പിൽ വന്ന് അത്ഭുതം ചോദിക്കും. ആ ന്യൂറോ സർജൻ ആ കൊച്ചിനെയും കൂട്ടി ആശുപത്രിയിൽ പോയി അവൻ്റെ സഹോദരനെ കണ്ടു, അവനെ പരിശോധിച്ചു, അവൻ ഓപ്പറേഷൻ ചെയ്തു, അവന് സൗഖ്യം ലഭിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തോടെ സ്നേഹത്തോടെ നമ്മൾ പുണ്യം പ്രവൃത്തികൾ ചെയ്യുക. വിശ്വാസമുണ്ടായിരിക്കണം, സ്നേഹമുണ്ടായിരിക്കണം, പരോപക പ്രവൃത്തികളായിരിക്കണം. ഈ മകള്, കാനാങ്കരിയ മകള്, വളരെ അധികം സ്നേഹത്തോടു കൂടിയാണ് തൻ്റെ മകൾ ഈശോ അടുക്കൽ കൊണ്ടുവന്നാൽ സൗഖ്യം ലഭിക്കുന്ന വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഏറ്റവും അടിസ്ഥാന ഘടകം ഉള്ളിൽ നിറയെ സ്നേഹം. തൻ്റെ കൊച്ചു സഹോദരനോട് സ്നേഹം അത്ഭുതം കാണിച്ച ആ
അത്ഭുതം കഴിക്കാൻ വന്ന മകനെ പോലെ നമ്മൾ മറ്റുള്ളവരോട് സ്നേഹമുള്ളവരായിരിക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കുക, പരിഗണിക്കുക, അവരെ വിശ്വസിക്കുക, ബഹുമാനിക്കുക. അപ്പോൾ മാത്രമാണ് നമ്മളും അനുഗ്രഹിക്കപ്പെടുക. ഇതാ തൻ്റെ കൊച്ചുമകളിൽ വിശ്വകർത്താവ് സൗഖ്യം നൽകുന്ന സ്നേഹവും വിശ്വാസവും കാനാങ്കാരി കണ്ടത്. അതിതീഷ്ണമായ വിശ്വാസമാണ് ഉൾക്കൊള്ളുന്നത്. നമ്മുടെ ജീവിതത്തിലും വിശ്വസിക്കുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും. സ്നേഹത്തിൻ്റെ വലിയ ഇരിപ്പിടമാണ് ഈശോ കർത്താവ്. തിരുസഭ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഇരിപ്പിടമാണ്. വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരോപകാര പ്രവൃത്തികളുടെയും ഉറവിടമാണ് കർത്താവിലേക്ക് തിരുസഭ. അപ്പം നമ്മൾ വിശ്വാസത്തിൽ ഈശോയിൽ വിശ്വസിക്കുക, സ്നേഹത്താൽ നിറയുക, പരോപകാര പ്രവൃത്തികളാൽ ധന്യമാകുക ഈശോയെ പോലെ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ പരിശുദ്ധമായ ബലിയിൽ നാം പങ്കുചേരുമ്പോൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുക. അന്ധന് കാഴ്ച നൽകി അന്ധൻ പ്രാർത്ഥിച്ചു, ദാവീദിന്റെ പുത്രാ എൻ്റെ മേൽ കനിയണമേ. ഈശോ തൊട്ട് സൗഖ്യപ്പെടുത്തി. കർത്താവെ, പാപിയായ എൻ്റെ മേൽ കനിയണമേ എന്ന് കുഷ്ഠരോഗികളൊക്കെ പ്രാർത്ഥികളെ ശുദ്ധീകരണം മനസ്സാകുന്നുവെങ്കിൽ ഞങ്ങൾ ശുദ്ധിയുള്ളൂ. അതുപോലെ ആഴമായ വിശ്വാസം പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 143 വാക്യം, തൻ്റെ ഭക്തരുടെ നിലവിളിച്ചുള്ള പ്രാർത്ഥന, ഹൃദയം തുടങ്ങിയുള്ള പ്രാർത്ഥന ഞാൻ കേൾക്കും, ഞാൻ അവരെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ മകനും മകളായ മക്കൾ രക്ഷയിലേക്ക് നടക്കുവാനുള്ള വിശ്വാസവും സ്നേഹവും പ്രത്യാശയും നമ്മുടെ ജീവിതത്തിൽ ധന്യമാക്കട്ടെ. എല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും ആഴമായ വിശ്വാസത്തോടെ ശക്തമായ നിരന്തരം ദൈവത്തിന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കും. ആമേൻ. നമുക്ക് ഒരുമിച്ച് വിശ്വാസപ്രമാണം ഏറ്റുമെല്ലാം ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് സർവശക്തമായ പിതാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകർത്താവ് ജാതനായ ഏകദൈവത്തിൽ എല്ലാ യുഗങ്ങൾക്കും പിതാവ് ജനിച്ചതുമായ യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തുള്ള ദൈവം, പ്രകാശം സത്യദൈവത്തുള്ള സത്യദൈവം, ജനിച്ചവനെ സൃഷ്ടിക്കുന്നത് പിതാവായ സത്യലേഖനമായി അവിടുന്ന് വഴിയാണ് സ്ഥലം സൃഷ്ടിക്കുന്നത്. മനുഷ്യരായ നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗത്തിൽ പരിശുദ്ധാത്മാവ് കന്യകാമരി ശരീരം സ്വീകരിച്ച് മനുഷ്യരായ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡസഹിച്ച് മനുഷ്യടക്കപ്പെട്ട് വിശ്വനുസരിച്ച് 3-ാം ദിവസം സ്വർഗത്തിലേക്ക് കാരുണ്യം ചെയ്യുകയും പിതാവിന്റെ വലത്തുമായിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മനുഷ്യരെയും ആളുടെ മഹത്വത്തിന്റെ പേരിൽ വീണ്ടും വരും. അവിടെ രാജ്യത്തിലെ അവസാനം കർത്താവ് ജീവിതം പിതാവിന് പുത്രനെ പുറപ്പെട്ടിട്ടുണ്ടാവും. പിതാവിന്റെ പുത്രനാണ് ആരാധിക്കുന്ന സ്തുതിക്കപ്പെടുന്ന പ്രവാചക സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നത്. ഏകവും വിശുദ്ധവും സർവ്വത്രികവും അപസരികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാമളി മതത്തിനായുള്ള ഏകദിനസ്വേന ഞാൻ ഏറ്റുപറയുന്നു. മനുഷ്യർക്കും വരാനെങ്കിലും ജീവിതവും ഞങ്ങളുടെ കുടുംബങ്ങളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വിശ്വാസത്തിലും നിരന്തരമായ പ്രാർത്ഥനയിലും സ്നേഹത്തിലും കാത്തുകൊള്ളണമേ. നമുക്ക് മുമ്പ് മരിച്ചുപോയ എല്ലാവരെയും സ്വർഗത്തിലേക്ക് സ്വീകരിക്കണമേ. ആത്മീയത്തിന് വേണ്ടി വിവിധങ്ങൾ ആവശ്യങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. വസ്തു
നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് അർപ്പിക്കുന്ന ഈ പരിശുദ്ധമായ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭകളുടെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ കർത്താവേ, മഹത്വപൂർണനായ വിനിമയം നിറവേറ്റുന്ന ഞങ്ങളുടെ കാഴ്ചകൾ സ്വീകരിക്കണമേ. അങ്ങനെ അങ്ങ് തന്നവ അർപ്പിച്ചുകൊണ്ട് അങ്ങയെ തന്നെ സ്വീകരിക്കുവാൻ ഞങ്ങളെയും അർഹരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേ. യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാകുന്നുവല്ലോ. വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നി അവിടുന്ന് പരിശുദ്ധ കന്യകയിൽ നിന്നും ചാതനാകുവാൻ അങ്ങ് തിരുവുള്ളമായി. അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമായ മരണത്തിൽ ഞങ്ങളെ മോചിക്കുകയും മരണത്തിൽ നിത്യജീവൻ നൽകുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാവരോടും ചേർന്ന് എളിമയോട് ഞങ്ങളും ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവ് ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കരങ്ങൾ കൊണ്ട് മുട്ടുകൾ മടക്കാം. അതീവത്തോടെ സ്നേഹത്തോടെ കർത്താവിനെ ആരാധിക്കാം. നമ്മുടെ വിശ്വാസമാണ് കുരിശിലേക്ക് നോക്കി സ്വയം ചെയ്യും. സർവശക്തനായ കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ മഞ്ഞുകണങ്ങൾ പോലെ അങ്ങ് പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി കർത്താവായ യേശുക്രിസ്തു
പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ഭാഗിച്ചു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. ദൈവമേ ആരാധന, ദൈവമേ ആരാധന, ദൈവമേ അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ ഇതു നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പുമായിട്ടുണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങയെ സ്നേഹിക്കുവാൻ ഈ എളിയവരും പാപികളുമായി ഞങ്ങളെ അർഹരാക്കി തീർത്താൻ എന്ന് പറയുന്നത് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രം ഞങ്ങൾ അങ്ങേയും കർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരങ്ങളെ പരിശുദ്ധാത്മാവിനെ ഒന്നയച്ചു കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയോ ഞങ്ങളെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്കും വേണ്ടി, അഭിവന്യ ജോസഫ് പ്രഭുവിന്റെ പിതാവിന് വേണ്ടി, മറ്റെല്ലാ മെത്രാന്മാർ, വൈദിക സന്യാസികൾ, ആത്മാവിനെ ഉൾപ്പെട്ട സഭയെ സ്നേഹത്തിന്റെ പൂർണ്ണതയെത്തിക്കണം. ദൈവമേ, ഈ ഭൂമിയിൽ നിന്ന് പങ്കുവച്ചു ഞങ്ങളുടെ കുടുംബത്തിൽ മരിച്ചുപോയ എല്ലാവർക്കും സ്വർഗ സൗഭാഗ്യം നൽകുക. ഇന്ന് ജന്മദിനം ഓർക്കുന്നവരെ, വിവാഹ വാർഷിക ദിനം ഓർമ്മിക്കുന്നത്, ഇന്ന് പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ചെറിയ മകനെ അനുഗ്രഹിക്കുക. ദൈവമേ, അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധകന്യകാമറിയത്തും ആ കന്യയുടെ ഭർത്താവ് സർവ്വത്രിക ഞങ്ങൾ സ്വർഗീയ മധ്യസ്ഥ ആവശ്യപ്പെടാം. അപ്പസ്തലത്തോടും എല്ലാ വിശുദ്ധരും ഇതിൽ പങ്കുചേരാം. ഞങ്ങളുടെ ഭർത്താവായ ക്രിസ്തു വഴി ഞങ്ങളെയും അനുഗ്രഹിക്കുന്നു. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. നമുക്കൊരുമിച്ച് ഭക്തി പ്രവേശം പഠിപ്പിച്ച പ്രാർത്ഥന കരങ്ങളെ ഉയർത്തിയേറ്റുമല്ല. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം അങ്ങേ രാജ്യം അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രാവണത്തിൽ ഉൾപ്പെടുത്തരുത്. എല്ലാ തിന്മകൾ ഞങ്ങളെ മോചിക്കണം. ഈ ദിനങ്ങളിൽ സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങൾ യേശുവിന്റെ പുനരാഗമന പ്രദേശവും അങ്ങേ കരുണയുടെ സഹായത്താൽ ഞങ്ങളെല്ലാവരും ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപങ്ങൾ മോചനാകുകയും എല്ലാ വിപത്തുകളും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകും. സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു.
എന്നങ്ങേ അപ്പോസ്തലന്മാർ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളിലെ പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസത്തിലുണ്ടാകും അങ്ങേ തിരുവള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചവയായിരുന്നു എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുള്ളമേ. കർത്താവ് സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം കർത്താവ് സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ദൈവത്തിൻ കുഞ്ഞാടിതം ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ ദിവ്യവിരുന്നിൽ ക്ഷണിതാക്കളായവർ ഭാഗ്യവാന്മാർ. കർത്താവേ, നീ എൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്ന് അരുൾ ചെയ്താൽ അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. കർത്താവായ ഈശോയെ, കർത്താവായ യേശുവേ, പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങേ ഞങ്ങൾ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഹൃദയങ്ങളിൽ അരൂപിയായ ദിവ്യകാരുണ്യമായ ഈശോയെ ഈശോയെ, എഴുന്നള്ളി എഴുന്നള്ളി വരണമേ. അങ്ങിൽ നിന്നും ഒരിക്കലും വേർപിരിയുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ആമേൻ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവം എന്നെ കാത്തതോർത്തു പോകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ. സർവശക്തനായ കർത്താവേ, ഈ സ്വർഗീയ കുദാശ വഴി ക്രിസ്തുവിൽ പങ്കുകാരായി തീർന്ന ഞങ്ങൾ അങ്ങേ കാലത്തിനായി താഴ്മയോടെ കീഴപേക്ഷിക്കുന്നു. ഭൂമിയിൽ അവിടുത്തെ സാദൃശ്യത്തോടെ അനുഭവപ്പെടുവാനും സ്വർഗത്തിൽ അവിടുത്തെ കൂട്ടവകാശങ്ങളായി തീരുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ